വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. ലൈംഗികതയ്ക്ക് രോഗം മാറ്റുന്നതിൽ പങ്കുവഹിക്കാനാകുമോ? സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സെക്സ് ക്യാൻ ഹീൽ എന്നാണ്. സെക്സ് ക്യാൻ ഹീൽ യു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് ലോകപ്രശസ്തരായ പല സെക്സ് തെറാപ്പിസ്റ്റുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പഴയ കൺസെപ്റ്റിൽ നിങ്ങൾ തലവേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ശാരീരിക മാനസിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ സെക്സിൽ ഏർപ്പെടരുത് എന്നായിരുന്നു പഴയ കാലത്ത് നാം കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഡോക്ടർ ബാർബറ കീസലിങ്ങിനെ പോലെയുള്ള ലോകപ്രശസ്തരായ സെക്സോളജിസ്റ്റുകളും സെക്സ് തെറാപ്പിസ്റ്റുകളും പറയുന്നത് തലവേദന ഉണ്ടെങ്കിൽ അന്ന് സെക്സ് വേണം, നിർബന്ധമായിട്ടും ചെയ്യണം. പണ്ടത്തെ കാലത്തുള്ള കൺസെപ്റ്റുകളിൽ നാം കേട്ടിരുന്നത് തലവേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് സെക്സ് വേണ്ട എന്നായിരുന്നു. മാനസികമായും ശാരീരികമായും പൂർണ്ണമായി ഓക്കെ ആകുമ്പോൾ മാത്രമാണ് സെക്സ് നടത്തേണ്ടത് എന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ലോകപ്രശസ്തയായ ഡോക്ടർ ബാർബറ കീസ്ലിങ്ങിനെ പോലെയുള്ള പല സെക്സോളജിസ്റ്റുകളും സെക്സ് തെറാപ്പിസ്റ്റുകളും പറയുന്നത് തലവേദനയുണ്ടെങ്കിൽ അന്ന് സെക്സ് നടത്തണമെന്നാണ്. കാരണം ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകളും നേരത്തെ പറഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത പ്ലഷർ ഹോർമോണുകളുടെ റിലീസുമൊക്കെ ശരീരത്തിന് വലിയ ഫ്രസ്ട്രേഷനിൽ നിന്ന്, ഇത്തരത്തിലുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ ഉപാധി കൂടെയാണ് എന്നാണ് അവർ പറയുന്നത്. സെക്സ് ക്യാൻ ഹീൽ എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മാനസികമായ നമ്മുടെ ഒരു സുഖകരമായ സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുവാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് സെക്സിനോട്. സെക്സ് അത്ര തവണ പാടില്ല, അല്ലെങ്കിൽ ഇത്ര തവണ പാടില്ല, ഈ ദിവസം പാടില്ല, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലൊക്കെയുള്ള ചില തെറ്റുദ്ധാരണകൾ നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സെക്സിനോട് അല്പം കൂടെ ഒരു പോസിറ്റീവായ സമീപനം വേണമെന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ഇത് ഒരു ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു താൽക്കാലികമായ ഒരു സേവന പ്രവർത്തനമായി പലപ്പോഴും കാണാറുണ്ട്. അതിന് പിന്നിൽ ഭർത്താവിൻ്റെ ചില ഇടപെടലുകളുടെ പക്വതക്കുറവുകളും അതിനകത്തുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് മറ്റൊരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തോട് ഇത് എത്ര തവണ ഏത് സമയത്ത് എന്നതൊക്കെ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 3 തവണ ലൈംഗികമായി ബന്ധപ്പെടുന്നവരാണ് എന്നാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരാൾക്ക് ഡയലി ഇത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയുമായിട്ടാണ് അദ്ദേഹം ലൈംഗികമായ വികാര പൂർത്തീകരണം അദ്ദേഹം ചെയ്യുന്നത്. ലൈംഗിക പൂർത്തീകരണം അല്ലെങ്കിൽ ശാരീരികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നത് അതിനൊരു ആത്മീയ പ്രവർത്തനമായിട്ട് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് നാം വളർന്നു വരേണ്ടത്. മലയാളി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും പലപ്പോഴും ഒളിച്ചു വെക്കുന്ന ഒരു സ്വഭാവം, ദമ്പതികൾക്കിടയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു സ്വഭാവം. ഒളിച്ചു വെക്കുക എന്നോട് ഉദ്ദേശിച്ചത് മക്കൾക്കിടയിൽ അത് പറയണമെന്നോ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ സംസാരിക്കണമെന്നോ അല്ല. ആ ഒരു രീതിയിൽ നിന്ന് അല്പം മാറി ദമ്പതികൾക്കിടയിൽ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളൊക്കെ പറയാവുന്ന ഒരു തരത്തിലുള്ള ആ ഒരു പക്വതയിലേക്ക് ഈ വിഷയത്തിലേക്ക് നാം വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സെക്സ് എന്ന് പറയുന്നത് ദമ്പതികൾക്ക് പരസ്പരം പൂർണ്ണമായ ആഘോഷത്തിനുള്ള, പൂർണ്ണമായ ആഹ്ലാദത്തിനുള്ള ദൈവം ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൊരു ഉപാധിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സെക്സിലൂടെ പുരുഷൻ്റെ ടെസ്റ്റോസ്റ്റിറോണും അതുപോലെ തന്നെ സ്ത്രീയുടെ ഈസ്ട്രജനും അത് ഹയർ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സെക്സിന് സാധിക്കുമെന്ന പഠനങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ ശാരീരിക, മാനസിക, ആത്മീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് സെക്സ് ഈസ് റിയലി ഹീലിംഗ് എന്ന് പറയുന്ന ഇത് ഇനിയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് സെക്സ് ഹീലിംഗ് ആവുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മാനസിക പ്രയാസങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഫ്രസ്ട്രേഷനിൽ വരുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹത്തോടെ ഭാര്യ സ്വീകരിച്ച് ആനന്ദകരമായിട്ടുള്ള ഒരു ലൈംഗിക ഒരു പ്രവർത്തനത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ വലിയ മാനസിക സമാധാനത്തിലേക്കും പീസ് ഓഫ് മൈൻഡിലേക്കും ഹാപ്പി മൈൻഡിലേക്കും അയാൾക്ക് എത്താൻ സാധിക്കുമെന്നാണ്
പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നാം വളരുക, ഇതിനെക്കുറിച്ച് പോസിറ്റീവായ സമീപനം നാം കൊണ്ടുവരിക. ആത്മീയ പ്രവർത്തനമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന സെക്സ്, ലൈംഗിക ജീവിതം എന്നൊരവസ്ഥയിലേക്ക് നാം മാറുക. എല്ലാവരും ആ ഒരു തരത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുക സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.